ഹലോ നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വളരെ സന്തോഷമാണ്. കാരണം ഇന്ന് ഉണ്ണിക്കണ്ണൻ ചേട്ടനെ നമ്മുടെ പാലക്കാടിൻ്റെ അഭിമാനം എന്ന് പറയുന്ന ഉണ്ണിക്കണ്ണൻ ചേട്ടനെ കണ്ടു. ഞാനും പാലക്കാട് തന്നെയാണ്, ഇത് അവിടെ പുതുശ്ശേരി തന്നെയാണ്. അത് പുതുശ്ശേരി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കണ്ടത് വളരെ അധികം സന്തോഷം. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ ഒരു ദിവസം യാഥാർത്ഥ്യമാവും. അതിന് അയാൾ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അയാളുടെ വഴി അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വിജയ അണ്ണനെ കാണാൻ പറ്റട്ടെ, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണ്ണിക്കേട്ടാ, എന്തായാലും നിങ്ങളുടെ സ്വപ്നം നിറവേറും. ഓൾ ദി ബെസ്റ്റ്. ഞാൻ എന്ത് ചെയ്യും എങ്ങനെയെന്ന് അറിയില്ല. കേരളം മൊത്തം ഏട്ടൻ്റെ അനിയന്മാരാണെങ്കിലും പെങ്ങന്മാരാണ്, ചേച്ചിമാരാണ്, ഉണ്ണിമാര്, അച്ഛനമ്മമാരാണ്. കട്ടയ്ക്ക് സപ്പോർട്ട് എനിക്ക് നിൽക്കുന്നുണ്ട്. നനച്ച വണ്ടി കൂടെ ഞാൻ കേരളത്തിലേക്ക് വരുള്ളൂ. കുറെ ആൾക്കാർ പരിഹസിക്കുന്നുണ്ട് കോയമ്പത്തൂർ തിരിച്ചു വന്ന തലവേദനയായിട്ട്. ഇന്നത്തെ നേരം വൈകി അതെല്ലാം ക്ഷമിക്കണം. ജലദോഷം ഇതാണ്, പനിയായിട്ട് എവിടെയും നിന്ന് പോകരുത് പറഞ്ഞിട്ടാണ്. എന്തായാലും ഞാൻ നനച്ച വണ്ടി കൊണ്ട് കേരളത്തിൽ ഉണ്ണിക്കണ്ണൻ മങ്ങളുടെ വരുള്ളൂ. ചോറ് നൊലിക്കണ ഓലപ്പരൽ താഴെ ഒരു നേരത്തെ മുളകൊടി ചലിച്ചായിരിക്കും, ഉപ്പിലിട്ട് മാങ്ങിയായിരിക്കാം. രാജ് ഹോട്ടലിരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ആലോചിക്കണം. എന്ത് സങ്കടം വന്നാലും ഈ 4ാം ക്ലാസ്സുകാരൻ ആലോചിക്കുക, അതിന്റെ ലക്ഷണമായി പോണ്. എന്ത് മഴയല്ല വെയിലല്ല, എന്റെ ആഗ്രഹം സാധിക്കണവരെ ഞാൻ വിജയണ്ണൻ ഉണ്ണി നിർത്ത് വാ പറയുന്നവരെ ഞാൻ പോരാടും. ഉണ്ണിക്കണ്ണൻ മങ്ങളുടെ അവൻ്റെ ഉമ്മ. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന വഴിയിലൊക്കെ സപ്പോർട്ടുണ്ട്. എനിക്ക് എല്ലാവരും എന്നെ ഫോട്ടോ എടുക്കാനും ഭക്ഷണം വാങ്ങിത്തരാനും ഒരു അനിയനെ പോലെ ചേർത്ത് പിടിക്കുക. ഇന്നലെ ഒരു ഏട്ട റൂം എടുത്തു തന്നു. എനിക്ക് ഞാൻ ആരാണ് ഏട്ടാ? ആ പറച്ചിൽ ഞാൻ ചോദിച്ചു, ഞാൻ ആരാണ്? എന്നെ അനിയനെ പോലെ ചേർത്ത് പിടിക്കാൻ കേരളം മൊത്തം ഉണ്ട്. എന്തായാലും നമ്മൾ നനച്ച വണ്ടിയും കൊണ്ടാ വിജയ് സാറ് വിളിക്കും. നനച്ച വണ്ടി കൊണ്ട് കേരളത്തേക്ക് ഞാൻ വരുള്ളൂ. ഉണ്ണിക്കണ്ണൻ മകളുടെ അവൻ്റെ ഉമ്മ. ഓക്കെ, ബൈ.